ഇൻസ്റ്റ ഓപ്പൺ ചെയ്താലും ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താലും മുഴുവൻ ഈ മായാവിയാണല്ലോ. അതെ അതെ, എവിടെ ഇപ്പം കുറച്ച് പേര് എന്നെ മെൻഷൻ ചെയ്തപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിഞ്ഞത്. നിങ്ങൾ വിളിച്ചു പിന്നെ ഞാൻ നോക്കി കുറേ, ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ഈ നമ്മളിതിന് നിൽക്കുന്ന ഇലക്ഷൻ്റെ പ്രമാണിച്ചുള്ള മെൻഷനാണെന്ന് വിചാരിച്ചു. പിന്നെ മൊത്തം ട്രോളാണ്. മായാവിയെ വിജയിപ്പിക്കുക. അതെ. ഏറ്റവും കൂടുതൽ ചിരിച്ചു പോയ ട്രോൾ ഏതാ കൂട്ടത്തില്? അതിൽ മറ്റേ സലീമേട്ടൻ്റെ ഒരു പിക്ചർ വെച്ചിട്ട്, മായാവി സിനിമയില് അതിൽ വെച്ചിട്ട് എൻ്റെ ശിഷ്യനാണ്, ആശാന് ഗുരുപൂജ ചെയ്യണമെന്ന് വേറൊരെണ്ണം ഉണ്ടായിരുന്നല്ലോ, ശരിക്കും പേര് മായൻകുട്ടി വീണ. അതൊരു വീഡിയോ എടുത്തിട്ട് ഇന്നലെ പോസ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ ഇവിടെ നാട്ടിൽ തന്നെ എൻ്റെ കൂത്താട്ടുള്ളെന്ന് പറഞ്ഞൊരു ചാനൽ ഇട്ടിട്ടുണ്ട്. മായൻകുട്ടി വി, അത് വെട്ടിച്ചുരുക്കി മായാവിയാക്കി. ശരിക്കും ഈ മായാവി എങ്ങനെയാ മായാവിയായത്? എൻ്റെ ഒറിജിനൽ നെയിം ശരിക്കും മായാവി എന്നാണ്. അപ്പോൾ കുറേ പേര് കമൻസ് ഒക്കെ ഇടുന്നുണ്ട്, ഇനി കോമഡിക്ക് വേണ്ടിയിട്ട് ഇട്ടതാണോ ഇതിന് വേണ്ടിയിട്ടാണോ, മായ കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഇടാൻ പാടില്ല. മായ കഴിഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്, പിന്നെ വി, അവിടെ ഡോട്ട് ഇല്ല. അപ്പോൾ അത് ശരിക്കും അങ്ങനെ മായാവി എന്നുള്ളത് എൻ്റെ അമ്മയുടെ പേരാ, വാസന്തി. അതെ, അങ്ങനെ മായാവിയായി. ഈ ഇലക്ഷന് സത്യം പറഞ്ഞാൽ ഒത്തിരി ചെറുപ്പക്കാരായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ ഈ തവണ ഇറങ്ങിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് മായാവിയാണ്, ഈ ഒരു പേര് കൊണ്ടും കൂടി അല്ലേ? ശരിക്കും ചെറുപ്പം മുതലേ ഈ ആ ഒരു പേര് ഒരുപാട് ബെനിഫിറ്റുകൾ തന്നിട്ടുണ്ടോ? ചെറുപ്പം മുതലേ ഇല്ല, എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ സിനിമ ഇറങ്ങി കഴിഞ്ഞായിരിക്കും എനിക്ക് ഇച്ചിരി അഭിമാനം തോന്നി. മറ്റേ മരത്തിലുള്ള മായാവി മാത്രമേ എല്ലാവർക്കും അറിയുള്ളായിരുന്നു. അപ്പം അന്ന് എനിക്ക് ഈ പേരങ്ങനെ, എനിക്ക് കൂട്ടുകാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ കൂടെ നടക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ലുട്ടാപ്പി എന്നൊക്കെ ഒരു പേര് വരും. അത് കാരണം അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാണ് പിന്നെ ഈ സിനിമയൊക്കെ ഇറങ്ങി. പിന്നെ മായാവി എന്നുള്ള പേര് ഞാൻ കുറച്ചൊക്കെ ആസ്വദിക്കാൻ തുടങ്ങി. സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ കൂടെ നിൽക്കുന്നവരെ സ്രാങ്കത്തൊക്കെ വിളിക്കാൻ തുടങ്ങിയോ? അങ്ങനെ എല്ലാവരും പിന്നെ മായൻകുട്ടി വി, മ്യായാവി എന്നൊക്കെ പറയും. മ്യായാവി ശരിക്കും അങ്ങനെ പറയാറുണ്ടോ? മ്യായാവി പറയാറുണ്ട്. അടിപൊളി. അപ്പോൾ ഈ ട്രോളാണല്ലോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. ഇത് കൂടാതെ ഈ ട്രോളൊക്കെ കണ്ട ആളുകളൊക്കെ കുറെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ഫാമിലിയുടെ ഒക്കെ റിയാക്ഷൻ എങ്ങനെയാണ്? കൂടുതലും ഞാനിത് കണ്ടിട്ട് എനിക്കിങ്ങനെ കുറച്ച് പേര് ഷെയർ ചെയ്ത് തന്നു, പിന്നെ മെൻഷൻ ചെയ്തു. പിന്നെ ഞാനിതൊക്കെ ഇങ്ങനെ ആസ്വദിക്കുന്ന ആളാണ്, കോമഡികൾ ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. നമുക്കറിയാലോ, സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ആളാണ്. അത് കാരണം കൊണ്ട് ഞാനത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാനത് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു, ട്രോളുകൾ ഞാൻ ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഷോർട്സ് എടുത്തിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ സലീമേട്ടന്റെ ട്രോളും എടുത്തിടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അതിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് ട്രോള് രണ്ട് രീതിയിലുണ്ടല്ലോ, പോസിറ്റീവും നെഗറ്റീവും. ഇത് മൊത്തത്തിൽ ആ പോസിറ്റീവ് ട്രോളാണ്, കോമഡി അല്ലേ? അതെ. എനിക്കൊന്ന് ആളുകൾക്ക് ആ ഒരു ഇഷ്ടം വരാനായിട്ട് ഈ ഒരു ചിരിയും കുറെ ഹെൽപ്പ് ചെയ്തു. തീർച്ചയായിട്ടും ഒരു ചിരി മായാവി നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ ഇവിടെ കല്യാണം കഴിച്ചപ്പോൾ അങ്ങനെ ഇല്ലെങ്കിലും ഈ TV ഒരു ചിരി വന്നു കഴിഞ്ഞാൽ കുറച്ച് പേര് ഈ പേര് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ കുറേ പേര് ഈ പേരിൻ്റെ കമൻറ്റുകൾ ഇടാനൊക്കെ തുടങ്ങി. പിന്നെ എല്ലാവരും എന്നെ മായാവി എന്ന് വിളിക്കാൻ തുടങ്ങി. അതെ, അതങ്ങ് എൻജോയ് ചെയ്ത്. ഫാമിലിയുടെ റെസ്പോൺസ് എങ്ങനെയാ? ഫാമിലിക്കൊക്കെ ഒരുപാട് ഇഷ്ടം, പേരിൽ ഇല്ല എങ്കിലും എല്ലാവർക്കും. അല്ല, മൊത്തത്തിൽ ഇപ്പൊ ഈ ഇലക്ഷന് നിൽക്കുക ഇതൊക്കെ ആരും പ്രതീക്ഷിക്കുന്നതല്ലോ. നമ്മൾ നാച്ചുറലി സംഭവിച്ചു പോയതാണല്ലോ ഈ ഇലക്ഷന് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പോ എന്താ ഫാമിലിയുടെ റെസ്പോൺസ് എങ്ങനെ? ഇങ്ങനെയൊക്കെ നിൽക്കുമോ, ഇലക്ഷനൊക്കെ നിൽക്കുമോ? അവർ പ്രതീക്ഷിച്ചിരുന്നു ഇതൊക്കെ? ഞാനിങ്ങനെ സംസാരിക്കുന്നതൊക്കെ കൊണ്ട് എൻ്റെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹസ്ബൻഡ് ഇങ്ങനെ പുള്ളി ഒന്നിനും നിർബന്ധിക്കാത്തൊരു ടൈപ്പാണ്. പുള്ളി രാഷ്ട്രീയക്കാരനാണ്, അപ്പം നിർബന്ധിക്കാറൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് സപ്പോർട്ടാണ്, ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ നാട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്. അതെ, ഞാൻ ഈ ഒരു ചിരിയുടെ സ്കിറ്റുകളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്ക് ടോപ്പിൽ വന്ന സ്കിറ്റിൽ ഒരെണ്ണം രാഷ്ട്രീയക്കാരെ തന്നെ ട്രോളിക്കൊണ്ടുള്ളതാണ്. അതൊരു 3-4 മാസം മുമ്പ് അല്ലേ? കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പൊ ഇത്ര പെട്ടെന്ന് അത് ചെയ്യുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നു ഞാനൊരു 4-5 മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ തന്നെ ഈ ഒരു സ്ഥാനത്ത് എത്തും എന്നുള്ളത്? അതൊരിക്കലും ഇല്ല. അതിൽ ഞാൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞ നമ്മൾ ജനങ്ങൾ പെട്ടെന്ന്, എനിക്ക് തോന്നുന്നു ബമ്പർച്ചിരി കാണുന്നത് ഒരുപാട് പേര് വീട്ടിലിരിക്കുന്നവരെ കാണുന്നത്. അപ്പം അവർക്ക് മനസ്സിലാവേണ്ട രീതിയിൽ നമ്മൾ ഈ പാലം പണി, പിന്നെയുള്ള റോഡിലെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ ചിലപ്പം നിസ്സാരമായിട്ട് പോകുന്നു. ഇപ്പം നമുക്കറിയാം വയറ്റിലെ തന്നെ നമ്മുടെ വയറ്റിൽ ഇപ്പോഴാണ് അവിടെ ശരിയാക്കിയത്, മെട്രോയുടെ ഫ്രണ്ടിലൊക്കെ കുളം കണക്ക് കിടക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് എപ്പോഴും എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്, ഇപ്പം ഞാൻ ഹാസ്യവൽക്കരിച്ച് പറയും. അപ്പം അതിൽ ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, ഞാൻ എല്ലാവരെയും കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അത് കമൻ്റ് ഇടുന്നവർ പറഞ്ഞത് രണ്ടുകൂടെ മിക്സ് ചെയ്യരുത്. ഇപ്പം ഞാൻ ഇനി ഇത് കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ചെന്ന് പറയുമ്പം എനിക്ക് സാധാരണ കോമഡി എന്ന് തോന്നുന്നു അത് ആ രീതിക്ക് ആസ്വദിച്ചാൽ മതി. അല്ലാതെ അയ്യോ ഇവൾ ആ പാർട്ടിയല്ലേ, അപ്പോൾ അവൾ ഈ പാർട്ടിയെ പറഞ്ഞില്ലേ, അങ്ങനെയില്ല. അത് സാധാരണപ്പെട്ട ഒരാൾക്ക്
പച്ചയ മനുഷ്യനെ ഇന്ന് രാഷ്ട്രീയം കളഞ്ഞിട്ടൊക്കെ ആസ്വദിച്ച് അടിപൊളിയാണ്. അടിപൊളിയാ. അതിനകത്ത് പറയുന്നുണ്ടായിരുന്നല്ലോ, രാഷ്ട്രീയത്തിൽ നമ്മൾ ചേർന്നു എന്നല്ല പറയുന്നത്, രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങി എന്നാ പറയുന്നത്. എന്നിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ടുണ്ടായിരുന്നു, കിണർ പണിക്കാരും അങ്ങനെയൊക്കെ ഇറങ്ങി എന്നാ പറയുന്നത്. എല്ലാം ഒരു കലക്കവെള്ളത്തിലെ പരിപാടി. ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞപ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് പേരെ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇത്തിരി പ്രായമുള്ള അമ്മച്ചിമാർക്കും ചാച്ചമാർക്കും അവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുക, അവരൊക്കെ വീട്ടിലൊക്കെ പോവാം. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഇപ്പോഴാണ് ഞാൻ ഇതിലൊക്കെ ഇറങ്ങുന്നത്. അതുകൊണ്ട് എനിക്ക് ഞാൻ അത് ചെയ്തു ഇത് ചെയ്യുന്നുള്ള അവകാശവാദങ്ങളൊന്നും എനിക്കില്ല, ചെയ്യും എന്നുള്ളൊരു വിശ്വാസം, വാഗ്ദാനങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും എന്നാണ് പറഞ്ഞത്. ഞാൻ പറയാറുണ്ട്, ഞാൻ നിങ്ങളെയൊക്കെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് കരയാതിരിക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ മഞ്ജു ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളെ ആരും ഭരിക്കാൻ വരണ്ട, പക്ഷെ ഞങ്ങൾക്കൊന്ന് ഭരിക്കണം. അപ്പോൾ ഒന്ന് ആഗ്രഹിച്ചിരുന്നതായിരുന്നോ ഭരണം? അല്ല, നമുക്കൊന്ന് ഭരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സ്ത്രീകൾക്ക് പൊതുവെ സ്ത്രീകൾക്ക് അങ്ങനെ അപ്പോൾ പറയുമ്പോൾ ഞാനതൊരു ഇത് മാത്രമേ, കോമഡി മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. അതെ, നമ്മൾ ഇതേപോലെ കോൾ ചെയ്ത സമയത്തൊക്കെ വാട്സാപ്പിന്റെ ബയോ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ബയോ? അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, വാശിക്കാരിയാണ്. ന്യായം എൻ്റെ ഭാഗത്താണെങ്കിൽ ഞാൻ അഹങ്കരിക്കുക തന്നെ ചെയ്യും. എന്താ അത് ഇടാനുള്ള ഒരു പ്രചോദനം? അത് ന്യായം എൻ്റെ ഭാഗത്താണെങ്കിൽ എനിക്ക് ശബ്ദം ഉയർത്താൻ പറ്റുമല്ലോ. അതെ, ന്യായം എൻ്റെ ഭാഗത്തല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മൗനമായിട്ട് നിൽക്കും. അപ്പം എൻ്റെ ഭാഗത്തുള്ളതിനൊക്കെ എനിക്ക് ശരിയെന്ന് തോന്നുന്നതിനെതിരെ ഞാൻ ശബ്ദിക്കും, സംസാരിക്കും, പോരാടും. ഇങ്ങനത്തെ കുഞ്ഞു ടെക്നിക്കൽ പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ട്രൂ കോളറിൽ എന്താ ചെയ്തു വെച്ചത്? അത് ട്രൂ കോളറിൽ ചിലര് മായാവി എന്നുള്ള നമ്പർ എടുത്തിട്ട് ചിലപ്പോൾ ട്രൂ കോളറിൽ അവർ വിളിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ആ ട്രൂ കോളറിലെ നെയിം മാറ്റിയിട്ട് കുയി ചമ്മിപ്പോയെ അതിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ മായാവിയുടെ ഇതേപോലത്തെ കുഞ്ഞു തമാശകളൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൊട്ടാരക്കരക്കാരിയായിട്ടുള്ള മായാവി എങ്ങനെയാണ് കൂത്താട്ടുകുളത്ത് എത്തിയത്? ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിച്ചത്. ഞാൻ പഠിച്ചത് വർക്ക് ചെയ്തൊക്കെ എറണാകുളത്താണ്. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ പ്രായത്തിൽ നമുക്ക് പ്രണയമുണ്ടല്ലോ, ഏത് പ്രായത്തിലുണ്ടോ ആ പ്രായത്തിൽ പ്രണയം കുറച്ച് സീരിയസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചത് 9 വർഷം പ്രണയിച്ചു വിവാഹം കഴിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതെ, അപ്പോൾ ഈ പറയുന്ന ഒരു ഇലക്ഷന് നിൽക്കുമ്പോൾ ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവം, അപ്പൊ ഒരു പാർട്ടി നമ്മൾ ചൂസ് ചെയ്യണമല്ലോ. എനിക്ക് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്ത സമയത്ത് അങ്ങനെ ഒരു പാർട്ടിയോടും താല്പര്യം അധികം ഇല്ലാത്ത ഒരാളെ പോലെ തോന്നിയത്. അപ്പൊ ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭവം അത് എങ്ങനെ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ഹസ്ബൻഡ് പാർട്ടി പ്രവർത്തകനും ഞാനിങ്ങനെ എഴുതുക വായിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എനിക്കിഷ്ടമാണ്, സംസാരിക്കാൻ ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡ് കുറച്ച് സൈലൻ്റ് ആണ്. അപ്പോൾ എനിക്ക് പുള്ളിയോടൊരു ഇഷ്ടം തോന്നുന്നതും സഖാവായതുകൊണ്ട് ഒരു ഇഷ്ടമുണ്ട്. എല്ലാവരും നമുക്ക് ഇഷ്ടമാണ്, സ്നേഹമാണെങ്കിലും ഒരു പ്രത്യേക സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട്. അപ്പം അന്ന് മുതലേ എനിക്കൊരു ഇഷ്ടം ഉണ്ട് ഉള്ളിൽ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ആ ഒരു സഖാവിനോടും ആ ഒരു പാർട്ടിയോടും ഒക്കെ ഒരു മനസ്സിലൊരു ഇഷ്ടമുണ്ട്. അതെ, അപ്പൊ അങ്ങനെ തന്നെയാണ് ഇലക്ഷൻ നിൽക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു വ്യക്തി നമ്മളൊക്കെ എങ്ങനെയാണോ നമ്മളെ സ്വാധീനിക്കുന്നത്, ആ വ്യക്തി നിൽക്കുന്ന ചുറ്റുപാടുകൾ എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഞാൻ ഈ പരിപാടിക്കൊക്കെ പോകുന്ന സമയത്തും ഒക്കെ എന്നെ പുള്ളി അത്രയും സപ്പോർട്ടാണ്. പരിപാടിക്ക് ഇതിന് പോകുന്നതും ഞാൻ ഒറ്റയ്ക്കൊക്കെയാണ് എല്ലാ ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകുന്നത്.